എനിക്ക് ഇസബെല്ല തന്നെയാണ്. ഇസബെല്ലനെ കിട്ടിയില്ലെങ്കിൽ മുമ്പോട്ട് ജീവിതമില്ല. 10 ദിവസത്തെ അവധിക്ക് വേണ്ടി വന്നതാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും. അങ്ങനെ 7-ാം തീയതി ഇവളെ സ്കാനിങ്ങിന് കയറ്റുന്നതിന് മുമ്പ് എനിക്കൊരു ഇതുണ്ടായിരുന്നു, മാതാവിൻ്റെ ഒരു ഫോട്ടോ എത്രയും വേഗം അവിടെ തലക്കിലൊന്ന് എത്തിക്കണം. അതിനു മുമ്പ് 5-ാം തീയതി തൊട്ട് ഇവക്ക് ഞാൻ മാതാവിൻ്റെ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് മാതാവിൻ്റെ തൈലം വീട്ടിൽ നിന്ന് മമ്മി കൊടുത്തു വിട്ടു. അന്ന് തൊട്ട് ഞാൻ മാതാവിൻ്റെ തൈലം ഇവിടെ ശരീരം മൊത്തം ഞാൻ കുരിശടയാളത്താൽ അപ്ലൈ ചെയ്യുമായിരുന്നു. ആ സമയത്ത് 7-ാം തീയതി മാതാവിൻ്റെ പ്രതീക്ഷീകരണ ദിവസം, അന്ന് എൻ്റെ അനിയൻ, അവൻ UK അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, എടി ഇന്ന് മാതാവിൻ്റെ പ്രതീക്ഷീകരണ ദിവസം, നീ മുട്ടിപ്പ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ബ്രദറിനോടും കസിൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, നീ എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞു. എന്നെ എങ്ങോട്ടും തന്നെ വിടാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഹസ്ബൻഡിൻ്റെ പപ്പായുടെ പെങ്ങളുണ്ടായിരുന്നു. ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ആൻറ്റിയുടെ ഫോണൊന്നും എനിക്കിതാ, എനിക്ക് മാതാവിൻ്റെ ഒരു ഫോട്ടോ ഗൂഗിളിൽ കയറി എടുക്കണം, എന്നിട്ട് എനിക്ക് അതിൻ്റെ ഒരു കളർ പ്രിൻ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് എൻ്റെ ബ്രദറിൻ്റെയും കസിൻ ചേട്ടൻ്റെയും കണ്ണ് വെട്ടിച്ച് ലിഫ്റ്റ് പോലും എടുക്കാതെ ഞാൻ ഓടി, കിട്ടിയ ഫോണുമായിട്ട് ഞാൻ ഓടിയിട്ട് താഴെ ചെന്ന് അന്വേഷിച്ചു, എവിടെയാണ് ഒരു കളർ പ്രിൻ്റ് എടുത്തു തരുന്നതെന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു, ഇവിടെ എടുത്തു തരും, പക്ഷേ ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല, തന്നെയല്ല സ്റ്റാഫിന് മാത്രമേ കൊടുക്കത്തുള്ളൂ, പുറമക്കാർക്ക് എടുത്ത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സ്ഥലം കണ്ടെത്തി അവിടെ ചെന്നൊരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ എനിക്കൊന്ന് കളർ പ്രിൻ്റ് എടുത്ത് തരാമെന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, മോളെ ഇത് ഓപ്പൺ ആയിട്ടില്ല, പിന്നെ തന്നെയില്ല നിങ്ങൾക്കിത് എടുത്ത് തരാനുള്ളൊരിതില്ലെന്നും പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ആ ചേട്ടന് മുമ്പിൽ കരഞ്ഞു പറഞ്ഞു, ചേട്ടാ ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ സ്കാനിങ് ആണ്, അതിനു മുമ്പ് എനിക്ക് മാതാവിൻ്റെ ഫോട്ടോ അവിടെ തലയ്ക്ക് വെക്കണം, പിന്നെ ഒരു പ്രതീക്ഷയില്ലാതെ എൻ്റെ കൊച്ച് വെൻറ്റിലേറ്ററിൽ കിടക്കുന്നത്, എനിക്ക് ആകെ പ്രതീക്ഷ ഈ മാതാവിൽ മാത്രമാണെന്ന് പറഞ്ഞു. ആ ചേട്ടൻ പറഞ്ഞു, കൊച്ച് ഫോൺ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഫോൺ കൊടുത്തു. കുറച്ച് സമയത്തിനുള്ളിൽ ആ ചേട്ടൻ ഫോട്ടോ എൻ്റെ തിരിച്ചു തന്നു. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ചേട്ടൻ കൊടുത്ത ചേട്ടൻ മേടിച്ചില്ല. ഞാൻ പറഞ്ഞു, നേർച്ച കിട്ടോ. ആ ചേട്ടൻ മേടിക്കുന്നില്ല. ചേട്ടനും കരഞ്ഞു, കരച്ചിൽ കിട്ടിട്ട് കരഞ്ഞു, നീയും പോയി പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ ഫോട്ടോയായിട്ട് ലിഫ്റ്റ് പോലും എടുക്കാതെ ഞാൻ സ്റ്റെപ്പ് കയറി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ ഓടുക. ആ ഓടിയ സമയത്തൊന്നും ഞാൻ എൻ്റെ കയ്യിൽ എത്ര ഫോട്ടോ ഉണ്ടെന്ന് നോക്കുന്നില്ല. ഞാൻ ഒരു ഫോട്ടോയാണ് ആ ചേട്ടനോട് ചോദിച്ചത്.